മലപ്പുറത്തേക്കാണ് ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, മലപ്പുറത്ത് ഇത്ര ദിവസമായിട്ട് പ്രചാരണം നടക്കുകയായിരുന്നു. കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ അതേ ആവേശത്തിൽ തന്നെയാണോ മുന്നണികൾ ഉണ്ടായിരുന്നത്? അതേ ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും ധന്യ, ഒരു മാസക്കാലം നീണ്ടുന്ന ഒരുപക്ഷെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല സ്ഥാനാർത്ഥികളും ഈ ഔദ്യോഗികമായി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളാവുകയും പ്രചരണം ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഏറെ മുമ്പ് തന്നെ പ്രചരണം ആരംഭിച്ചതാണ്. ആ പ്രചരണം അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ആ ആവേശം നേരത്തെ ഉണ്ടായിരുന്ന അതേ ആവേശത്തിൽ തന്നെയായിരുന്നു ഓരോ പ്രവർത്തകരും മുന്നണികളും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ നേരത്തെ, അതായത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അനുമതി നിഷേധിച്ചിരുന്നത്. പക്ഷേ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും, ഓരോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചും, ചെറിയ ടൗണുകൾ കേന്ദ്രീകരിച്ചും വ്യാപകമായ രീതിയിൽ വലിയ തരത്തിലുള്ള കൊട്ടിക്കലാശം തന്നെയാണ് നടന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മലപ്പുറം ജില്ല UDF വലിയ ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. നഗരസഭ നോക്കുകയാണെങ്കിൽ പോലും 9 നഗരസഭകൾ UDF-നാണ്, 3 മാത്രമാണ് LDF-നുള്ളത്. പഞ്ചായത്ത് 94 പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം ഏതാണ്ട് 70 പഞ്ചായത്തോളം UDF-ആണ്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സീറ്റുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിലും UDF-നാണെങ്കിൽ പോലും ഈ കൊട്ടിക്കലാശത്തിൽ ഇരു മുന്നണികളും ഒരുപോലെ ആവേശത്തോടെ കൊട്ടിക്കയറിയൊരു കാഴ്ചയായിരുന്നു നമുക്ക് മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ, ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ മാത്രം ചില സംഘർഷ സാധ്യതകൾ ഉണ്ടായി എന്നുള്ളതാണ്. മലപ്പുറം പൂക്കോട്ടൂരിലും അതോടൊപ്പം തന്നെ അരീക്കോട്ടിലും ഒറ്റപ്പെട്ട ചില സംഘർഷ സാധ്യതകൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് അപ്പോൾ തന്നെ ആളുകൾ ഇടപെട്ട് ഒഴിവാക്കുകയും ചെയ്തു വെച്ചാൽ പൊതുവെ ശാന്തമായിരുന്നു. അങ്ങനെ നീണ്ട ഒരു മാസക്കാലത്തെ ആവേശോജ്വലമായ പ്രചരണത്തിന് അവസാനം കുറിച്ചിരിക്കുന്നു. ഇനി നാളെ നിശബ്ദ പ്രചരണമാണ്. സ്ഥാനാർത്ഥികൾ പ്രവർത്തകരുമെല്ലാം തന്നെ കൂട്ടിക്കിഴക്കലും ഏറ്റവും അവസാനത്തെ പ്രചരണമായി ഇനി സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനത്തെ നിശബ്ദ പ്രചരണവുമായി ഇറങ്ങും. അതിനുശേഷം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് മലപ്പുറം ജില്ലയും കടക്കും. ശരി ജംഷീർ.